എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 36-ാം അധ്യായം 29-30 വാക്യങ്ങൾ 29-ന്റെ പകുതി മുതൽ വായിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തിയിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ഇനി ക്ഷാമമല്ല വരാൻ പോകുന്നേ. എന്തോ ചെയ്യും? ഞാൻ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഒരാമയും വരുന്നില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ അധികാരമുള്ള ദൈവം ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. ഇനി ക്ഷാമമല്ല, ചില ധാന്യം വിളിച്ചു വരുത്തി. Glory to God. ഈ ദൂത് സ്വീകരിക്കുന്ന ചിലരോട് കർത്താവ് പറയുക, നീ ഒരു സ്വപ്നം കാണുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ പോവാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നാളെ നിന്റെ വീട്ടിൽ ഒരു വലിയ ലോട്ടറി അടിക്കുമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവം ചെയ്യാൻ പോവാ. ഞാൻ ഈ പ്രസംഗിക്കുന്നതിനകത്ത് 100% മനുഷ്യന്റെ കരമില്ല, ദൈവത്തിന്റെ കരം മാത്രമാണ്. ഇതെല്ലാം ആർക്കാ? നിഴലിന്റെ കീഴിൽ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്നവനാണ് ഈ അനുഗ്രഹമല്ല. അല്ലാതെ പാപം ചെയ്ത് വഴി തിരിഞ്ഞ് നടക്കുന്നവർക്കല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവർക്കായി അനുഗ്രഹമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അപ്പൊ ഒരു കർത്താവ് ഇന്ന് ചിലതിനൊക്കെ അതിരിടാൻ പോവാ. അടിക്കടി നിന്റെ ലൈഫിൽ വരുന്ന ക്ഷാമങ്ങൾക്ക് എൻ്റെ ദൈവം അതിരിടാൻ പോവാ. എന്നിട്ട് ചിലതിനെ തമ്പുരാൻ വിളിച്ചു വരുത്തിയിട്ട് വായിച്ചേ. ഹല്ലേലൂയ. ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. ഞാൻ നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന് നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടത്. ഇനിയും നിങ്ങൾ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ചിലരോട് കർത്താവ് പറയാൻ, നിന്റെ നിന്ന ഉരുട്ടിക്കളയാൻ പോകും. പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന അരാജകത്വം, ദാരിദ്ര്യം ഇന്ന് രാത്രി വഴിമാറണം. എത്ര പവർഫുൾ ആയിട്ടാ ഹോളി സ്പിരിറ്റ് സംസാരിക്കുന്നേ. ഇന്ന് ചിലതിനെ ഇനിയും നിങ്ങൾ ദേശത്തെ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന്റെ നിന്ന അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ ദൈവം ചിലതിനെ വിളിച്ചു വരുത്തും. ഇത് ഇച്ചിരൂടെ കൂടിയ ഒരു ദൂതൂടെ പറയാം. ബൈബിള് നമ്മൾ പഠിക്കുമ്പം തമ്പുരാൻ ചിലതിനെ മുളപ്പിക്കുന്നത് ബൈബിൾ ഭാഷയവൻ കൽപ്പിച്ച് മുളപ്പിക്കുന്ന ദൈവം.